ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്കെച്ച് ടൂളുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് പരിചയപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ സ്കെച്ച് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഡ്രോയിങ് എങ്ങനെ നമ്മൾക്ക് സ്കെച്ചിലൂടെ വരയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണണം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ സർക്കിൾ വരയ്ക്കുന്നു. നമ്മൾ ഏതൊരു ഡ്രോയിങ് സ്കെച്ച് വരയ്ക്കുമ്പോഴും സെൻറ്റർ കോർഡിനേറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത സർക്കിൾ ഞാൻ എടുത്ത് വരയ്ക്കുകയാണ്. ഓക്കെ, ദെൻ ഡയമെൻഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഡയമെൻഷൻ എൻ്റർ ചെയ്യുന്ന ഓക്കെ, അടുത്ത് ഞാൻ സെൻറ്റർ ലൈൻ എടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, അടുത്ത ഞാൻ ചെയ്യുന്നത് രണ്ട് ലൈനും സിമ്മെട്രി ആക്കാനുള്ളതാണ്. അതായത് രണ്ട് ലൈനും ഷിഫ്റ്റ് പിടിച്ചിട്ട് സെൻറ്റർ ലൈൻ സെലക്ട് എന്നിട്ട് സിമ്മെട്രി എന്ന ഓപ്ഷൻ കൊടുത്താൽ ഈക്വൽ സ്പേസിൽ സിമ്മെട്രി ആയി കിട്ടും നമുക്ക്. അടുത്ത ഡയമെൻഷൻ കൊടുക്കുകയാണ്. നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രെയിൻസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. കൺസ്ട്രെയിൻസ് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഡ്രോയിങ്ങുകൾ പെർഫെക്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ വരയ്ക്കുന്ന ലൈനുകൾ അതിൽ ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കലി രണ്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഈ ലൈനും സെൻട്രൽ ലൈനും ഇത് ഷിഫ്റ്റ് പിടിച്ചിട്ട് സിമ്മെട്രി എന്ന ഓപ്ഷൻ കൊടുത്തു. സിമ്മെട്രി എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഫുള്ള് ബ്ലാക്ക് ആയി, നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് എല്ലാം ബ്ലാക്ക് ആയിട്ടുണ്ട്. ബ്ലാക്ക് ആയി എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഡയമെൻഷൻ എല്ലാം പക്കയാണ് എന്നുള്ളതാണ്. ഓക്കെ, മേളിൽ ബ്ലൂ ആണ്, കാരണം നമ്മൾ ഡയമെൻഷൻ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ ലൈൻ വരച്ച് കണക്ട് ചെയ്യണം അതുമായിട്ട്. നിങ്ങൾ ഡ്രോയിങ് ശ്രദ്ധിക്കണം. ഓക്കെ, സെൻറ്റർ ഡയമെൻഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഡയമെൻഷൻ ഓക്കെ. ഓക്കെ, ഇനി ഞാൻ ഈ ലൈനും സർക്കിളും തമ്മിൽ ടാൻജൻ്റ് എന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. ട്രിം ചെയ്തു. ഇപ്പോൾ നമ്മൾ ഡ്രോയിങ് വരച്ച് ചെയ്യുമ്പോൾ ഫുള്ളി ഡിഫൈൻഡ് ആയിരിക്കും. ഏതൊരു സ്കെച്ച് നമ്മൾ വരച്ച് ചെയ്യുമ്പോൾ ഫുള്ളി ഡിഫൈൻഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ അണ്ടർ ഡിഫൈൻഡ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ അത് എങ്ങനെ ഫുള്ളി ഡിഫൈൻഡ് ആക്കുക എന്നുള്ളത് കാണിക്കാം. ഫസ്റ്റ് അത് മൂവ് ആവുന്നതുകൊണ്ടാണ് ഫുള്ളി ഡിഫൈൻഡ് ആവാത്തത്. അതിനെ നമുക്ക് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് ഈ രണ്ട് ലൈനും തമ്മിൽ ഈക്വൽ എന്ന ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ഞാൻ ഈക്വൽ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഫുള്ളി ഡിഫൈൻഡ് എന്ന് വരും. ഏതൊരു സ്കെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടാണ് സ്കെച്ച് വരയ്ക്കേണ്ടത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഞാൻ വരയ്ക്കാൻ പോകുന്ന സ്കെച്ചാണിത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ സർക്കിൾ എടുത്തു. രണ്ടാമതായിട്ട് ഞാൻ വീണ്ടും ഒരു സർക്കിൾ എടുത്തു. ഞാൻ ഡയമെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ ഡ്രോയിങ്ങിൻ്റെയും ലിങ്കുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ ഒപ്പം തന്നെ നിങ്ങളിത് വെച്ച് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
ഞാൻ സെൻട്രൽ ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു സർക്കിൾ എടുത്ത് വരച്ചിട്ട് അതിനെ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന എല്ലാ ഡ്രോയിങ്സും സ്കെച്ചിൽ എങ്ങനെ നമുക്ക് വരയ്ക്കാമെന്നുള്ള എല്ലാ ടൂളുകൾ യൂസ് ആവുന്ന ഡ്രോയിങ്സുകളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ പ്രീവിയസ് ഫസ്റ്റ് പാർട്ട് 1 ഞാൻ എങ്ങനെയാണെന്നുള്ളത് ടൂള് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡിലാണ് ഞാനിപ്പോഴും ഇതിനെ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചറിയാം. അടുത്തായിട്ട് ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇനി ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അടുത്തൊരു ഡയമെൻഷൻ ആഡ് ചെയ്യാണ്. ഞാൻ ഈ 2 സർക്കിൾ ഈക്വൽ എന്ന ഓപ്ഷൻ കൊടുത്തു. അത് ഈക്വൽ കൊടുക്കുന്ന വെച്ചാൽ ഇത് 2 ഈക്വൽ ഒറ്റ ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ 2 ഈക്വലായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് പാരലൽ ഞാൻ കൊടുത്തു. ഡയമെൻഷൻ 90 mm. ഓക്കെ, ആ 2 സിമ്മെട്രി എന്ന ഓപ്ഷനാണ് അവിടെ അപ്ലൈ ചെയ്ത്. ഓക്കെ, മേളിൽ ഇനി ഒരു സർക്കിൾ വരയ്ക്കാണ്. വീണ്ടും ഒരു സർക്കിൾ കൂടെ വരയ്ക്കുകയാണ്. ഞാനിവിടെ കാണിക്കുന്നത് റൈറ്റ് ക്ലിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ വരും. നമുക്കത് ടൂൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ വരും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഡെമോ കാണിച്ചു തന്നതുള്ളൂ. ഈ 2 സർക്കിൾ തമ്മിൽ ഡയമെൻഷൻ കൊടുത്തു. സെൻട്രൽ ലൈനും സർക്കിളും തമ്മിൽ കോയിൻസിഡൻ്റ് എന്ന ഓപ്ഷനാണ് അവിടെ അപ്ലൈ ചെയ്തത്. ഇനി ഞാൻ ഈ 3 സർക്കിളും തമ്മിൽ ലിങ്ക് ചെയ്യാൻ പോവാണ്. പലപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗം ഈ സ്കെച്ചിൽ നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടത് ഏത് മെത്തേഡിലൂടെ വേണമെങ്കിലും നമുക്കിത് വരയ്ക്കാവുന്നതാണ്. മിറർ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് 2 ലൈൻ വെച്ച് വരയ്ക്കാം. ഞാൻ ഈ 2 മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. 2 റേഡിയസ് 3 പോയിന്റ് ആർക്ക് വെച്ച് വരയ്ക്കാൻ അവിടെ ടാൻജൻ്റ് എന്ന ഓപ്ഷനാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതും ആ ലൈനും തമ്മിൽ ടാൻജൻ്റ് എന്ന് കൊടുക്കുക. ഇനി വരച്ച 2 ആർക്കിന് ഞാൻ ഡയമെൻഷൻ റേഡിയസ് അപ്ലൈ ചെയ്യാണ്.
അടുത്തതായിട്ട് ആർക്ക് പോയിന്റിൻ്റെ 2 എൻഡും തമ്മിൽ സിമ്മട്രി എന്ന ഓപ്ഷൻ കൊടുത്തു. ട്രിം ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഞാൻ ആ ചെറിയ ആർക്കിന് ഞാൻ ഡയമെൻഷൻ അപ്ലൈ ചെയ്യാണ്. ഡയമെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വന്നു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ 2 കൺസ്ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് വന്നത്. അത് ഞാൻ ആ 2 പോയിന്റുകൾ തമ്മിൽ മെർജ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. അവിടെ മെർജ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് രണ്ടും ജോയിൻ്റ് ആയി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ ആ റേഡിയസ് പോയിന്റും സെൻട്രൽ ലൈൻ തമ്മിലുള്ള ഡയമെൻഷൻ അപ്ലൈ ചെയ്യാണ്. ഡയമെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുന്ന പോലെ ബ്ലാക്ക് ആയിട്ടുണ്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എല്ലാം അപ്ലൈ കറക്റ്റായി എന്നുള്ളതാണ്, അതായത് ഡിഫൈൻഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലുള്ളതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇതിനെ മിറർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഞാൻ അതിനെ മിറർ ചെയ്യാണ്. ഇനി ഞാൻ താഴത്തെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈനും ആ സർക്കിളും തമ്മിൽ ടാൻജൻ്റ് എന്ന ഓപ്ഷൻ കൊടുക്കണം. ടാൻജൻ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫുള്ളി ഡിഫൈൻഡ് ആയി, കാരണം ഫുള്ള് ബ്ലാക്കായി. നിങ്ങൾക്ക് ഡ്രോയിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.